അവസാനം ബെൽജിയത്തിലെ ബ്രസൽസിലെ കിങ് ബൗഡോവിയൻ സ്റ്റേഡിയത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ ഓൺലൈനായി ലഭ്യമാക്കിയ സൗജന്യ ടിക്കറ്റുകൾ ക്ഷണനേരം കൊണ്ട് തീർന്നു. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച റെക്കോർഡ് സമയത്തിലാണ് പേപ്പൽ ബലിയർപ്പണത്തിൽ പങ്കുചേരാൻ വിശ്വാസികൾ ഒന്നിച്ച് ഓൺലൈനിലെത്തിയത്. ടിക്കറ്റുകൾ സൗജന്യമായി ഓൺലൈനിൽ ലഭ്യമാക്കിയ ശേഷം 32,000 ടിക്കറ്റുകൾ വെറും 90 മിനിറ്റിനുള്ളിൽ തീരുകയായിരുന്നുവെന്ന് സംഘാടകർ പറയുന്നു. പേപ്പൽ ബലിയർപ്പണത്തിൽ പങ്കുചേരാൻ ഇത്രയധികം തിരക്കുണ്ടെന്ന് കരുതിയില്ല എന്നും ഇത് തങ്ങളെ ഏറെ ആശ്ചര്യപ്പെടുത്തിയെന്നും ബെൽജിയൻ ബിഷപ്പ് കോൺഫറൻസിന്റെ വക്താവ് പറഞ്ഞു. യൂറോപ്പിൽ ഗുരുതരമായി തുടരുന്ന ക്രൈസ്തവ വിരുദ്ധ ആക്രമണങ്ങളിൽ നടപടിയുണ്ടാകണമെന്ന് ആവശ്യപ്പെട്ട് വിയന്ന ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒബ്സർവേറ്ററി ഓഫ് ടോളറൻസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ എഗെയിൻസ്റ്റ് ക്രിസ്ത്യൻസ് ഇൻ യൂറോപ്പ് എന്ന സംഘടന മതത്തെയോ വിശ്വാസത്തെയോ അടിസ്ഥാനമാക്കിയുള്ള അക്രമത്തിന്റെ ഇരകൾക്കായുള്ള അന്താരാഷ്ട്ര അനുസ്മരണ ദിനമായ ഇന്നലെ ക്രൈസ്തവരുടെ സംരക്ഷണം ആവശ്യപ്പെട്ട് സംഘടന രംഗത്ത് വന്നിരുന്നു. 2024 ആരംഭം മുതൽ ബ്രിട്ടൻ, ഫ്രാൻസ്, സ്പെയിൻ, ഇറ്റലി, ജർമ്മനി, ഓസ്ട്രിയ, പോളണ്ട്, സെർബിയ എന്നിവിടങ്ങളിൽ ക്രൈസ്തവർക്ക് നേരെ 25-ലധികം ആക്രമണങ്ങളും ഭീഷണികളും കൊലപാതക ശ്രമങ്ങളും സംഘടന രേഖപ്പെടുത്തിയിട്ടുണ്ട്. വർത്തമാനകാല യാഥാർത്ഥ്യങ്ങൾ ഉദയം പേരൂർ സുനഹദോസിന്റെ കാലാതിവർത്തിയായ പ്രസക്തിക്ക് അടിവരയിടുന്നുവെന്ന് വരാപ്പുഴ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ. സുനഹദോസിന്റെ 425-ാം വാർഷികത്തോടനുബന്ധിച്ച് പാലാരിവട്ടം POCയിൽ നടന്ന പൊതുസമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. സുനഹദോസ് കാനോനുകൾ മുന്നോട്ട് വയ്ക്കുന്ന നവോത്ഥാന ചിന്തകളും അത് മലയാള സാഹിത്യത്തിന് നൽകിയ അതുല്യ സംഭാവനകളും വിശ്വാസ ജീവിതത്തിൽ ചെലുത്തിക്കൊണ്ടിരിക്കുന്ന സ്വാധീനവും ഇന്ന് നിർണായകമാണെന്നും ആർച്ച് ബിഷപ്പ് അഭിപ്രായപ്പെട്ടു. കത്തോലിക്ക സഭയ്ക്കും അതിന്റെ സ്ഥാപനങ്ങൾക്കുമെതിരെ നിയന്ത്രണങ്ങൾ കർശനമാക്കി നിക്കരാഗ്വൻ ഭരണകൂടം. വിശ്വാസികൾ കത്തോലിക്ക സഭയ്ക്കു നൽകുന്ന ദാനങ്ങൾക്കും സംഭാവനകൾക്കും നികുതി ചുമത്താനുള്ള നീക്കമാണ് ഇപ്പോൾ നിക്കരാഗ്വൻ ഭരണകൂടം നടത്തുന്നത്. നിക്കരാഗ്വയിലെ ദിനപത്രത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഇറ്റാലിയൻ വാർത്താ ഏജൻസി ആൻസയെയാണ് ഈ വിവരം പുറത്തുവിട്ടത്. മെത്രാന്മാരെയും വൈദികരെയും സെമിനാരി വിദ്യാർത്ഥികളെയും സമർപ്പിതരെയും ഒക്കെ അറസ്റ്റ് ചെയ്യുകയും നാടുകടത്തുകയും ചെയ്തുകൊണ്ട് സർക്കാർ സഭയെ പീഡിപ്പിക്കുന്നത് തുടരുന്നതിന് പുറമെയാണ് സാമ്പത്തിക തലത്തിൽ കടിഞ്ഞാണിടുന്നതിനുള്ള ഈ പുതിയ നീക്കം. വേനൽക്കാലത്ത് യുക്രൈൻ കുട്ടികളെയും യുവാക്കളെയും സ്വാഗതം ചെയ്ത് ഇറ്റലിയിൽ നിന്നുള്ള നിരവധി കുടുംബങ്ങൾ കാരിറ്റാസ് ഇറ്റലിയും ഇറ്റാലിയൻ എപ്പിസ്കോപ്പൽ കോൺഫറൻസ് ഫാമിലി പാസ്റ്റൽ കെയറിനായുള്ള നാഷണൽ ഓഫീസും പ്രോത്സാഹിപ്പിക്കുന്ന ടുഗദർ ഈസ് മോർ ബ്യൂട്ടിഫുൾ പദ്ധതിയുടെ ഭാഗമായാണ് ഈ സംരംഭം. നിരവധി രൂപതകളുമായി സഹകരിച്ച് യുക്രൈനിൽ നിന്നുള്ള 730 കുട്ടികൾക്ക് ഇറ്റലിയിലെ കുടുംബങ്ങൾ അവരുടെ ഭവനങ്ങൾ തുറന്നു നൽകി. ഇത് അവരുടെ രാജ്യത്തെ നശിപ്പിക്കുന്ന യുദ്ധത്തിൽ നിന്നുള്ള ആ കുട്ടികൾക്ക് കുറച്ചു മാസത്തേക്ക് രക്ഷപ്പെടാനുള്ള അവസരം കൂടിയാണ് വാഗ്ദാനം ചെയ്യുന്നത്. 2022 218 യുക്രൈനിയൻ കുട്ടികളും 2023 542 കുട്ടികളും ഈ സംരംഭത്തിന്റെ ഭാഗമായി.